തിരുവനന്തപുരം പാളയത്തെ സൗത്ത് പാർക്ക് ഹോട്ടലിൽ DJ പാർട്ടിക്കിടെ ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ കൂട്ടത്തല്ല. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ഉണ്ടായ സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ക്യാമറ എടുത്തിട്ട് ആയിക്കണ്ട കൂട്ടുകാരന്മാരാ ക്യാമറ എടുത്തിട്ട് ഡാൻ കുര്യനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാൻ, നേരത്തെ ഉണ്ടായ ഒരു സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. പക്ഷേ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതി ഉയരുകയോ പോലീസിന്റെ അടുക്കലേക്ക് ഈ സംഭവം എത്തുകയോ ചെയ്തിരുന്നോ? വിശദാംശങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അതായത് കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിൽ പാളയത്ത് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ എതിർവശത്തുള്ള ഒരു ആഡംബര ഹോട്ടലിൽ വെച്ച് DJ പാർട്ടി നടക്കുന്നു. അതിനു മുമ്പ് യൂണിവേഴ്സിറ്റി കോളേജിലെ ചില വിദ്യാർത്ഥികളും മെഡിക്കൽ കോളേജ് ഭാഗത്തു നിന്നുള്ള ഒരു സംഘവുമായി അവിടെ വെച്ചൊരു ഏറ്റുമുട്ടലുണ്ടാകുന്നു. പിന്നീട് ജനറൽ ആശുപത്രിക്ക് സമീപത്ത് വെച്ചും സംഘർഷമുണ്ടാകുന്നു. അതിനുശേഷമാണ് ഈ DJ പാർട്ടി നടക്കുന്ന ഹോട്ടലിൽ വെച്ച് ഇരു സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത്. പരസ്പരം പോര് വിളിച്ചുകൊണ്ട് ഇരു സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. ഈ കടകളിൽ നിന്ന് പണം പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇരു സംഘങ്ങൾക്കിടയിൽ നേരത്തെ നിലനിന്നിരുന്ന തർക്കമാണ് ഇങ്ങനെയൊരു സംഘർഷത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസിന് പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ആരും തന്നെ, അതായത് ഹോട്ടലോ അല്ലെങ്കിൽ ഹോട്ടലിലെ അധികൃതരോ ഈ സംഘർഷത്തിൽ ഏർപ്പെട്ടവരോ ഒന്നും പരാതിയുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഒരാൾക്ക് മാത്രമാണ് അല്പമെങ്കിലും പരിക്കേറ്റിരിക്കുന്നത്, സാരമായി പരിക്കേറ്റിരിക്കുന്നത്. ഇയാൾ പ്രാഥമികമായ ചികിത്സയൊക്കെ നേടിയതിനു ശേഷം ആശുപത്രി വിട്ടു എന്നുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ പോലീസ് വിശദമായൊരു പരിശോധന ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഡാൻ സൂചിപ്പിക്കുന്നതനുസരിച്ചാണെങ്കിൽ അങ്ങനെ കാര്യമായി പരിക്ക് ഏറ്റ ആളുകൾ ആശുപത്രിയിലൊന്നും ആകുന്ന സാഹചര്യം ഉണ്ടായില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ കൂടുതൽ വാർത്ത ആയെങ്കിലും ഇത് പുറത്തു വന്നേനെ. ഒരു ഡാൻസ് DJക്ക് ഇടയിൽ നടന്ന സംഭവമാണ്, അതിന് പരിമിതികളുണ്ട് പുറത്തേക്ക് വാർത്ത വരുന്നതിന്. എങ്കിൽ പോലും ഒരേ ഒരാൾ മാത്രമാണ് പരിക്കേറ്റത്. അതുകൊണ്ട് തന്നെ ഈ കൂട്ടത്തല്ല് എന്ന ഒരു വിഷയം പുറത്തേക്ക് അധികമാരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണല്ലോ. പക്ഷേ പോലീസ് ഇപ്പോഴും ഇതിനെ ഗൗരവമായി കാണുന്നുണ്ടോ? കാരണം ഈ ഗുണ്ടാ സംഘങ്ങൾ തലസ്ഥാനത്ത് വിളയാടുന്നത് വലിയ തോതിൽ ജനങ്ങൾക്ക് ആശങ്ക പരത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് അതൊക്കെ കുറഞ്ഞു വന്ന സാഹചര്യമുണ്ട്. ഇപ്പോഴിത് വീണ്ടും ഇപ്പോൾ ഡാൻസ് ബാറിലാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഈ ഗുണ്ടാ പക എന്നത് നമുക്കറിയാമല്ലോ. പിന്നീട് അത് പുറത്തേക്ക് പൊതുവഴിയിലേക്കൊക്കെ ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. തിരുവനന്തപുരത്ത് തന്നെയാണ് കാലൊക്കെ വെട്ടി 2 വീലറിൽ ആ കാലും പിടിച്ച് യാത്ര ചെയ്ത ഗുണ്ടാ സംഘങ്ങൾ വരെ ഉണ്ടല്ലോ. അതായത് ഇതിൽ എടുത്തു പറയേണ്ടുന്ന കാര്യം, ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി നൽകാൻ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും പരാതി നൽകാൻ ആരും തന്നെ തയ്യാറായില്ല. മാത്രവുമല്ല, ഇപ്പോൾ കാണുന്നത് ഇത് മൊബൈൽ ഫോണിൽ ഈ സംഘർഷം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരാൾ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണിത്. ഈ ദൃശ്യങ്ങളാണ് പോലീസിനും ഇതിനോടകം ലഭിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ CCTV ദൃശ്യങ്ങളടക്കം, അതായത് ഈ സംഘർഷത്തിലേക്ക് നയിച്ച സാഹചര്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഈ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് പോലീസ് വിശദമായ പരിശോധന നടത്തും. അതിന് ശേഷം ഏത് തരത്തിൽ വേണം ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കുക, അതായത് ഇത് പിന്നീട് തെരുവിലേക്ക് ഒരു ഏറ്റുമുട്ടലായി വ്യാപിക്കുന്നത് തടയാനുള്ള ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കന്റോൺമെന്റ് പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഏറ്റവും ഒടുവിൽ ഡാൻ സൂചിപ്പിക്കുന്ന പോലെ ഇത് തെരുവിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകുമോ, സാധാരണക്കാരായ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമോ, അതാണ് ഇനി അറിയേണ്ടത്. ദൃശ്യങ്ങൾ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടപടികൾ ഉണ്ടാകും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ.